സമീപകാലത്തായി സാമൂഹിക മാധ്യമങ്ങളിലെ മിക്ക മുസ്ലിം അനുകൂല പോസ്റ്റുകളിലും മിഷൻ 2047 എന്നു പേരുള്ള ഒരു മുദ്രയും ഹാഷ്ടാഗുമൊക്കെ കാണുവാൻ സാധിക്കും. നിരവധി അഭ്യൂഹങ്ങളും ആശങ്കകളും മിഷൻ 2047 ചുറ്റിപ്പറ്റി അടുത്ത കാലത്തായി ഉയരുന്നു. 2047 ആകുമ്പോഴേക്കും സംസ്ഥാന ഭരണവും കേന്ദ്രഭരണവും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മിഷൻ 2047 മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പലരും അഭിപ്രായപ്പെടുന്നു. സമീപകാലത്തായി അരങ്ങേറുന്ന ചില അനിഷ്ട സംഭവങ്ങൾ അതായത് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം SDPI കുഞ്ഞിന്റെ കൊലവിളി മുദ്രാവാക്യങ്ങളും ഒടുവിൽ PC ജോർജിന് എതിരായി കൈക്കൊള്ളുന്ന നിയമ നടപടികളുമൊക്കെ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്കുള്ള ചൂണ്ടുപലകകളായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം SDPI പ്രകടനത്തിൽ കൊലവിളി നടത്തിയ കുട്ടി ഭീകരനെ അന്വേഷിച്ച് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം ശാക്തീകരണം ലക്ഷ്യം വയ്ക്കുന്ന മിഷൻ 2047 വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഈ അധ്യായത്തിൽ. ഭാരതത്തിലെ മുസ്ലിം വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി രൂപീകരിക്കപ്പെട്ട എംപവർ ഇന്ത്യ ഫൗണ്ടേഷൻ 2013 മുതൽ 2015 വരെ നടത്തിയ ചർച്ചകളുടെയും സെമിനാറുകളുടെയും വെളിച്ചത്തിലാണ് മിഷൻ 2047 എന്നുള്ള കർമ്മ പദ്ധതി പിറവിയെടുക്കുന്നത്. സ്വതന്ത്ര ഭാരതത്തിന് 100 വയസ്സ് തികയുന്ന 2047 മുസ്ലിം സമുദായത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ഉയർത്തെഴുന്നേൽപ്പിനായി കൃത്യമായ കർമ്മ പദ്ധതികൾ മിഷൻ 2047 ആസൂത്രണം ചെയ്തിരിക്കുന്നു. 256 പേജുകളും 19 അധ്യായങ്ങളുമുള്ള ഈ കർമ്മ പദ്ധതി 2016 ഓഗസ്റ്റ് 15 ഡൽഹിയിലെ ഇന്ത്യൻ ഹബിറ്റാറ്റ് സെന്ററിലാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. ഈ നയരേഖ രൂപവൽക്കരണത്തിന് മുന്നോടിയായി 2013 മുതൽ 6 ദേശീയ സെമിനാറുകളും 15 സംസ്ഥാനങ്ങളിലായി 50ലധികം പ്രാദേശിക സമ്മേളനങ്ങളും നടന്നു. 10 മേഖലകളിലായിട്ടാണ് മുസ്ലിം സമുദായ ശാക്തീകരണം വിന്യസിക്കപ്പെടുന്നത്. ഇനി പറയുന്നവയാണ് ആ 10 മേഖലകൾ. 1. രാഷ്ട്രീയ ഭരണ ഉദ്യോഗസ്ഥ മേഖലയിൽ സമുദായത്തിന്റെ പങ്കാളിത്തം. 2. സാമ്പത്തിക മേഖലയിലെ മേൽക്കോയ്മ. 3. വിദ്യാഭ്യാസ മേഖലയിലെ ശാക്തീകരണം. 4. ആരോഗ്യ മേഖലയിലെ പങ്കാളിത്തം. 5. മാധ്യമരംഗത്തെ അധീശത്വം. 6. സമ്പൂർണ്ണ സ്ത്രീ ശാക്തീകരണം. 7. യുവജന ശാക്തീകരണം. 8. പൗരാവകാശ സംരക്ഷണം. 9. വിശാല സഖ്യ രൂപീകരണം. 10. സാംസ്കാരിക പൈതൃക പങ്കാളിത്തം. മേൽപ്പറഞ്ഞ മേഖലകളിലെല്ലാം വ്യക്തമായ മേൽക്കൈ നേടുക എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ കൃത്യമായ കർമ്മ പദ്ധതികൾ മിഷൻ 2047 അക്കമിട്ട് പറയുന്നു. ആധികാരികമായ പഠന റിപ്പോർട്ടുകളുടെയും ഡാറ്റാ ശേഖരണത്തിന്റെയും പിൻബലത്തിലാണ് മിഷൻ 2047 വിഭാവനം ചെയ്തിട്ടുള്ളത്. അടുത്ത കാലത്ത് കേരള ഹൈക്കോടതി തീവ്ര സ്വഭാവമുള്ള സംഘടനകളെന്ന് വിലയിരുത്തിയ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ദേശീയ സെക്രട്ടറി അബ്ദുൾ വാഹിദ് സെയ്ദ്, SDPIയുടെ വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ അഹമ്മദ് തുടങ്ങിയവരുടെ സാന്നിധ്യവും ഈ പദ്ധതി പ്രകാശനവേളയിൽ ശ്രദ്ധേയമായി. ഒരു മാറ്റത്തിനായി അള്ളാഹുവിന്റെ കാരുണ്യത്തിന് കാത്തിരിക്കാതെ സ്വയം മാറുക എന്നും മാറ്റത്തിനായി പൊരുതുന്നവർക്ക് അള്ളാഹു കാവലായി ഉണ്ടാകുമെന്നുമാണ് മിഷൻ 2047 എന്ന പുസ്തകത്തിന്റെ ആമുഖ പേജിൽ പറയുന്നത്. ഇത് വെറും ഒരു കടലാസ് പദ്ധതിയല്ല, കൃത്യമായ ടൈം ലൈൻ അവർക്കുണ്ട്. അതിപ്രകാരമാണ് 5 വർഷം വീതമുള്ള 6 ഘട്ടങ്ങളിലായിട്ടാണ് മിഷൻ 2047 നടപ്പിൽ വരുത്തുക. 2016 ആരംഭിച്ച ആദ്യഘട്ടം 2020 പൂർത്തിയായി. 2ാം ഘട്ടം 2021 മുതൽ 2025 വരെ. 3ാം ഘട്ടം 2026 മുതൽ 2030 വരെ. 4ാം ഘട്ടം 2031 മുതൽ 2035 വരെ. 5ാം ഘട്ടം 2036 മുതൽ 2040 വരെ. 6ാം ഘട്ടം 2041 മുതൽ 2045 വരെ. അവസാന 2 വർഷങ്ങൾ പദ്ധതിയുടെ വിലയിരുത്തലിനും കൃത്യമായ പ്രായോഗികവൽക്കരണത്തിനുമായി വിനിയോഗിക്കപ്പെടുന്നു. ഇത് മിഷൻ 2047 2ാം ഘട്ടമാണ്. സമീപകാല സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ മിഷൻ 2047 എന്ന പദ്ധതി 2047 ആകും മുമ്പേ ലക്ഷ്യത്തിലെത്തുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയ രംഗത്തും സർക്കാർ ഉദ്യോഗസ്ഥ തൊഴിൽ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും വ്യക്തമായ ആധിപത്യം മുസ്ലിം സമൂഹം ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ കൈവരിച്ചതായി തീർച്ചയായും അനുമാനിക്കാം. അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വെച്ചോളൂ എന്ന് പറയുന്നത് വെറും വാക്കല്ല, അതിന് കൃത്യമായ കർമ്മപദ്ധതികളുടെ പിൻബലമുണ്ട് എന്ന് പോലും ഇവിടെ വ്യാഖ്യാനിക്കപ്പെടാം. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ SDPI പ്രകടനത്തിൽ കൊലവിളി നടത്തിയ കുട്ടിഭീകരനെ അന്വേഷിച്ച് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു. നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കാൻ തുനിഞ്ഞ പോലീസിനെതിരെ തെരുവിൽ വെല്ലുവിളികൾ ഉയരുന്നു. വിഷവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ മുജാഹിദ് ബാലുശ്ശേരി, വസീം അൽ ഹിക്കമി തുടങ്ങിയവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളുവാൻ സംസ്ഥാന നിയമ സംവിധാനങ്ങൾ മടിച്ചു നിൽക്കുന്നു. PC ജോർജിനേക്കാൾ വലിയ കൊലവിളി നടത്തിയ ഭീകര സംഘങ്ങൾ കേരളത്തിന്റെ തെരുവുകളിൽ വിലസുമ്പോൾ നിയമഭരണ സംവിധാനങ്ങൾ അധികാരത്തിൽ അമർന്നിരിക്കുവാനും അധികാരം തിരിച്ചുപിടിക്കുവാനും പ്രീണിപ്പിക്കേണ്ടവരെ പ്രീണിപ്പിക്കുന്ന തിരക്കിലാണ്. പോലീസിന്റെ ഔദ്യോഗിക ഡാറ്റാബേസിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചോർത്തി ഭീകര സംഘടനകൾക്ക് കൈമാറുന്നത് പോലീസ് വേഷത്തിൽ തന്നെയുള്ളവരാണ് എന്ന് തൊടുപുഴ കരിമണ്ണൂരിലെയും ഒടുവിലായി മൂന്നാർ പോലീസ് സ്റ്റേഷനിലെയും സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നു. കേരളം മറ്റൊരു താലിബാൻ സംസ്കാരത്തിന് ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്നവരെ വായടപ്പിക്കുവാൻ അധികാരത്തിലിരിക്കുന്നവർ മത്സരിക്കുന്നു. മിഷൻ 2047 കുടപിടിക്കാനും തണൽ വിരിക്കുവാനും ഇവിടെ പ്രഖ്യാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എന്തായാലും
കൃത്യമായ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തി ഭാരതത്തിന്റെ 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന 2047 വരവേൽക്കുവാൻ മുസ്ലിം സമുദായം കൈക്കൊള്ളുന്ന ദീർഘവീക്ഷണം മറ്റ് സമുദായങ്ങൾക്ക് ഒരു ഉണർത്തുപാട്ടാണ്.